പത്തനംതിട്ടയിൽ പമ്പയ്ക്കും ചാലക്കയത്തിനുമിടയിൽ കാറ് കൊക്കയിലേക്ക് വീണ അപകടം 2 പേർക്ക് സാരമായി പരിക്കേറ്റു. 6 പേരാണ് വാഹനത്തിൽ ഉണ്ടായിരുന്നത്. പരിക്കേറ്റവരെ പമ്പ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ശ്രീകുമാരൻ ചേരുന്നുണ്ട് പത്തനംതിട്ടയിൽ നിന്ന് വിവരങ്ങളുമായി. ശ്രീജിത്ത്, ഈ പരിക്കേറ്റവരുടെ ആരോഗ്യനില ഇപ്പോൾ എങ്ങനെയുണ്ട്? പരിക്കേറ്റവരുടെ പേരുവിവരങ്ങൾ ഇതുവരെ ലഭ്യമായിട്ടില്ല. പക്ഷേ ഇവർ തിരുവനന്തപുരം സ്വദേശികളാണെന്നുള്ള ഒരു പ്രാഥമിക വിവരം സ്മിത ലഭിക്കുന്നുണ്ട്. എന്തായാലും ഇത് കൊക്കയിലേക്ക് താഴ്ചയിലേക്ക് മറിയുകയായിരുന്നു. ഏതാണ്ട് 150 അടിയോളം താഴ്ച ഉണ്ടായിരുന്നു. പക്ഷേ മരത്തിലൊക്കെ ഈ കാർ തങ്ങി നിൽക്കുകയായിരുന്നു. നിരവധി മരങ്ങളൊക്കെ ഉള്ള ഒരു ഉൾക്കാടായിട്ടുള്ള ഒരു പ്രദേശമാണത്. തങ്ങി നിൽക്കുകയായിരുന്നു. എന്തായാലും ഈ 2 പേർക്ക് കൈക്ക് ചെറിയ പൊട്ടലടക്കമുള്ള കാര്യങ്ങളാണ് ഉണ്ടായിട്ടുള്ളത് എന്നാണ് പറയുന്നത്. ജീവന് ഭീഷണിയൊന്നും നിലവിലില്ല. അങ്ങനെയാണ് പമ്പ ആശുപത്രിയിലേക്ക് നേരെ കൊണ്ടുപോയത്. ഇവരെ ഉടൻ തന്നെ ഒന്നില്ലെങ്കിൽ കോട്ടയം മെഡിക്കൽ കോളേജിലേക്കോ അല്ലെങ്കിൽ പത്തനംതിട്ട ജനറൽ ആശുപത്രിയിലേക്ക് മാറ്റുമെന്ന് അറിയുന്നുണ്ട്. കാര്യമായ പരിക്കുകളില്ല. ഇവരുടെ പേരുവിവരങ്ങൾ അല്പസമയത്തിനകം തന്നെ ലഭ്യമാക്കാനാകും. എന്തായാലും വൻ അപകടമാണ്. തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടത്. നാട്ടുകാരും പോലീസും അടക്കം ഫയർഫോഴ്സും അടക്കമുള്ള സംഘങ്ങൾ എത്തി ഇവരെ ഉടൻ തന്നെ അവിടെ നിന്ന് മാറ്റുകയായിരുന്നു. കാർ ഇപ്പോഴും അവിടെ തന്നെ കിടക്കുകയാണ് എന്നാണ് ഏറ്റവും കൂടുതൽ നമുക്ക് ലഭിക്കുന്ന വിവരം. സ്മിത. ശരി ശ്രീകുമാരൻ പത്തനംതിട്ടയിൽ നിന്ന് വിവരങ്ങളുമായി ചേരുകയായിരുന്നു.